നമസ്കാരം. മെയ് 10 ശേഷം ഒറ്റ ഇന്ത്യൻ സൈനികൻ പോലും മാലദ്വീപിൽ ഉണ്ടാകില്ലെന്ന് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു. ഇന്ത്യയുമായി നയതന്ത്ര സംഘർഷം തുടരുന്നതിനിടെ ചൈനയുമായി സുപ്രധാന കരാറുകളിൽ മാലദ്വീപ് ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് ഇക്കാര്യം അറിയിച്ച് അദ്ദേഹം എത്തിയത്. സാധാരണ വേഷത്തിൽ പോലും സൈനികരെ അനുവദിക്കില്ല. സൈനികർക്ക് പകരം ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധർ ദ്വീപിലെത്തി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് മൊയ്സുവിൻ്റെ പ്രസ്താവന. ചൈനയുമായി സൈനിക സഹായ കരാർ ഒപ്പിടുന്നതിന് പിന്നാലെയാണ് മൊയ്സ് നിലപാട് കടുപ്പിച്ചത്. ഇന്ത്യൻ സൈനികരെ പിൻവലിക്കുന്നതിന് മാർച്ച് 10 ഇരു രാജ്യങ്ങളും അംഗീകരിച്ച സമയപരിധിക്ക് മുമ്പായി ദ്വീപ് രാഷ്ട്രത്തിലെ 3 വ്യോമയാന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ ഒരു ഇന്ത്യൻ സിവിലിയൻ സംഘം മാലദ്വീപിലെത്തിയതിന് ശേഷമാണ് മൊയ്സുവിൻ്റെ പരാമർശം. മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പുറത്താക്കുന്നതിൽ തൻ്റെ സർക്കാരിൻ്റെ വിജയത്തെക്കുറിച്ച് ആളുകൾ ദുഷ്പ്രചരണങ്ങൾ നടത്തുകയാണെന്ന് ബാറ്റോൾ എയ്ദുഫുഷിയിലെ ഒരു കമ്മ്യൂണിറ്റിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് മൊയ്സു അവകാശപ്പെട്ടു എന്ന് edition.my റിപ്പോർട്ട് ചെയ്യുന്നു. യഥാർത്ഥ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നത് താൻ ഏറ്റവും മുൻഗണനയോടെ പരിഗണിക്കുന്ന ഒരാശയമാണെന്ന് എടുത്തു കാണിച്ച മൊയ്സു മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പുറത്താക്കുന്നതിനൊപ്പം രാജ്യത്തിന് നഷ്ടപ്പെട്ട തെക്കൻ സമുദ്രപ്രദേശം വീണ്ടെടുക്കാൻ തൻ്റെ സർക്കാർ അർഹമായ പ്രാധാന്യത്തോടെ പരിശ്രമിക്കുന്നുണ്ടെന്നും മൊയ്സ് അഭിപ്രായപ്പെട്ടു. യഥാർത്ഥ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക എന്നത് താൻ ഏറ്റവും മുൻഗണനയോടെ പരിഗണിക്കുന്ന ഒരാശയമാണെന്ന് എടുത്തു കാണിച്ച മൊയ്സ് മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പുറത്താക്കുന്നതിനൊപ്പം രാജ്യത്തിന് നഷ്ടപ്പെട്ട തെക്കൻ സമുദ്രപ്രദേശം വീണ്ടെടുക്കാൻ തൻ്റെ സർക്കാർ അർഹമായ പ്രാധാന്യത്തോടെ പരിശ്രമിക്കുന്നുണ്ടെന്നും അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുമായുള്ള ബന്ധം മോശമായതോടെയാണ് ഈ കരാറുകൾ മാലദ്വീപിന് മുന്നിലേക്ക് എത്തുന്നത്. ഭൂമിശാസ്ത്രപരമായി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറെ തന്ത്രപ്രധാനമായ സ്ഥലത്താണ് മാലി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മേഖലയിലെ സമുദ്ര സുരക്ഷയിലും വ്യാപാര പാതകളിലും ഈ പ്രദേശം നിർണായക പങ്കാണ് വഹിക്കുന്നത്. കഴിഞ്ഞ വർഷം മൊയ്സു അധികാരത്തിൽ വന്നത് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു. ഇന്ത്യൻ സൈനികരെ തൻ്റെ രാജ്യത്ത് നിന്ന് പുറത്താക്കുമെന്ന് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം പ്രസിഡൻ്റായി ചുമതലയേറ്റ ശേഷം മൊയ്സു നടപ്പാക്കിയിരുന്നു.